കണ്ണൂർ മണത്തണ സ്വദേശി സി പത്മനാഭൻ്റെ 228 രാമായണ ശേഖരങ്ങളുടെ പ്രദർശനം ഇടുക്കി തൊടുപുഴയിൽ. പത്മനാഭൻ്റെ ചിന്താഗൃഹത്തിലെ മുറിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന വ്യത്യസ്ത ഭാഷകളിലുള്ള രാമായണങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. 300 വർഷം മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഓലഗ്രന്ഥ രാമായണവും ഇക്കൂട്ടത്തിലുണ്ട്. രാമായണത്തിലെ കൗതുകങ്ങളിലൂടെയുള്ള യാത്ര തീർത്ഥയാത്രയായി മാറിയതോടെ കണ്ണൂർ മണത്തണയിലെ ചെറിയത്ത് പത്മനാഭന്റെ ചിന്താഗൃഹമെന്ന വീട്ടിലെത്തിയത് പല ഭാഷകളിലുള്ള വ്യത്യസ്തമായ 228 രാമായണങ്ങൾ. ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിന് പല രാജ്യങ്ങളിലും ദേശങ്ങളിലുമായി പലതരം വകഭേദങ്ങളുണ്ടെന്ന അറിവാണ് പത്മനാഭന്റെ രാമായണ യാത്രയ്ക്ക് നിദാനമായത്. മലയാളം, ഹിന്ദി, ഉറുദു, കന്നഡ, തമിഴ്, തെലുങ്കു, ഗുജറാത്തി, ബംഗാളി, ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങി നിരവധി ഭാഷകളിലുള്ള രാമായണങ്ങളാണ് ഇപ്പോൾ ചിന്താഗൃഹത്തിലുള്ളത്. രാജ്യത്ത് പലയിടങ്ങളിലായി സഞ്ചരിച്ചാണ് ഇത്രയും രാമായണങ്ങൾ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അടുത്ത വർഷമാകുമ്പോഴേക്കും രാമായണങ്ങളുടെ എണ്ണം 500 ആക്കണമെന്നാണ് എക്സൈസ് വകുപ്പിൽ നിന്ന് പ്രിവന്റീവ് ഓഫീസറായി വിരമിച്ച പത്മനാഭന്റെ ആഗ്രഹം. 300 വർഷം മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഓലഗ്രന്ഥരാമായണം നിധി പോലെയാണ് പത്മനാഭൻ സൂക്ഷിക്കുന്നത്. രാമായണങ്ങളെ പറ്റി രാമഭക്തരെ, മലയാളികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ രാമായണ പരിചയം എന്ന ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നു. ലോകത്തിൽ ഇന്ന് രാമായണത്തിന് 3000 വേർഷൻസ് ഉണ്ട് എന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. മലയാളത്തിൽ മാത്രം 84 മുൻപേ 300 വേർഷൻസ് ഉണ്ട് മലയാളത്തിൽ. അതിൽ ഏകദേശം ഒരു 170ഓളം വേർഷൻസ് എൻ്റെ കയ്യിലുണ്ട്. മാപ്പിള രാമായണം, ഇശൽ രാമായണം, 1.5 സെന്റിമീറ്റർ വലിപ്പമുള്ളത്, 1 ഇഞ്ച് വലിപ്പമുള്ളത്, ഒറ്റ ശ്ലോകത്തിലുള്ളത്, അങ്ങനെ രാമായണ ശേഖരത്തിന്റെ വൈവിധ്യമേറുന്നു. വിവിധ വ്യാഖ്യാനങ്ങളും 17ാം നൂറ്റാണ്ടിലെ രാമായണ ചിത്രീകരണം പുസ്തകമാക്കിയതും ഇതോടൊപ്പമുണ്ട്. അച്ചടിക്കോപ്പി കിട്ടാനില്ലാത്ത 52 പുസ്തകങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. രാമായണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വരുന്ന ആനുകാലികങ്ങൾ ബൈൻഡ് ചെയ്തും അദ്ദേഹം സൂക്ഷിക്കുന്നു. ഇവയും രാമായണ ചിത്രങ്ങളും ചേർത്ത് രാമായണ പരിചയമെന്ന പ്രദർശനവും നടത്താറുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.